ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 4th സെക്ഷനാണിത്. ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഹസാർഡ്സും റീഡർ മുള്ളർ എക്സ്പാൻഷനുമാണ്. ഇതിൽ ഹസാർഡ്സിന് 2 ടൈപ്സ് ഉണ്ട്, സ്റ്റാറ്റിക് ഹസാർഡ്സും ഡൈനാമിക് ഹസാർഡ്സും. ഇതും ഈ സെക്ഷനിൽ കവർ ചെയ്യുന്നുണ്ട്. Hazards are unwanted switching transients that may appear at the output of a circuit because different paths exhibit different propagation delays. Such transients are called glitch or spurious spike. Hazards എന്ന് പറഞ്ഞാൽ എന്താണ്? അൺവാണ്ടഡ്, അതായത് ആവശ്യമില്ലാത്ത സ്വിച്ചിങ് ട്രാൻസിയൻസിന്, അതായത് ട്രാൻസിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡിൽ നടക്കുന്നത്. അപ്പം ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്വിച്ചിങ് ട്രാൻസിയൻസിനാണ് എന്ത് പറയുന്നത്? ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് എപ്പിയർ ചെയ്യുന്നത്? ഈ ഹസാർഡ്സ് എങ്ങനെയാണ് എപ്പിയർ ചെയ്യുന്നത്? ഔട്ട്പുട്ടിൽ, സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ ഹസാർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് അറിയാം. നമുക്കൊരു ഇൻപുട്ട് കൊടുത്താൽ ഒരു ഔട്ട്പുട്ട് കിട്ടും അല്ലേ? നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഒന്നോ അതിലധികമോ ഇൻപുട്ട്സ് ആവാം അല്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻപുട്ടിലുള്ള ഓരോ പാത്ത് എന്ത് ചെയ്യും? ഓരോ ടൈമിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് എന്താണ്? ഒരു ഇൻപുട്ട് കൊടുത്താൽ ഒരു കിട്ടുന്ന ഔട്ട്പുട്ടിന് എടുക്കുന്ന ടൈം, അതാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാത്തും എന്ത് ചെയ്യും? ഓരോ ടൈം ഡിലേ ആണ്, ഓരോ പ്രൊപ്പഗേഷൻ ഡിലേ ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? അതിൽ ഔട്ട്പുട്ടിലൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള സ്വിച്ചിങ് ട്രാൻസിയൻസ് ജനറേറ്റ് ചെയ്യും. ഇതിനാണ് പറയുന്നത് ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെന്താണ്, ഒരു ഇൻപുട്ട് കൊടുത്താൽ എന്താണ്, ഓരോ പാത്ത് എന്താണ്, ഓരോ ടൈമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പാത്ത് ഒരു ടൈം എടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. മറ്റൊരു പാത്താണെങ്കിൽ അത് വേറൊരു ടൈമിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, അതിലെ ടൈം ഡിഫറൻസ് കൊണ്ട് ഔട്ട്പുട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന അൺവാണ്ടഡ് സ്വിച്ചിങ് ട്രാൻസിയൻസ്, അതായത് ആവശ്യമില്ലാത്ത ഒരു നോയ്സ്, അതിനെയാണ് പറയുന്നത് എന്താണ്? ഹസാർഡ്സ് എന്നാണ്. ഹസാർഡ്സ് ഈ സ്വിച്ചിങ് ട്രാൻസിയൻസിന് പേരും കൂടി പറയും ഗ്ലിച്ച് ഓർ സ്പ്യൂരിയസ് സ്പൈക്ക്. ഹസാർഡ്സ് 2 സർക്യൂട്ടിലും ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം സീക്വൻഷ്യൽ സർക്യൂട്ട് ഉണ്ട്, കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ട്. ഈ 2 സർക്യൂട്ടിലും ഹസാർഡ്സ് ഒക്കർ ചെയ്യാം. 2 ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ആണുള്ളത്, സ്റ്റാറ്റിക് ഹസാർഡ്സും ഡൈനാമിക് ഹസാർഡ്സും. അഗെയിൻ സ്റ്റാറ്റിക് ഹസാർഡ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് 1 ഹസാർഡും സ്റ്റാറ്റിക് 0 ഹസാർഡും. നമുക്ക് സ്റ്റാറ്റിക് 1 ഹസാർഡും സ്റ്റാറ്റിക് 0 ഹസാർഡും ഇവിടെ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഡിവിഷനിൽ. അതായത് സ്റ്റാറ്റിക് 1 ഹസാർഡ് നോക്കിയേ, എന്താണ് സ്റ്റാറ്റിക് 1 ഹസാർഡ് എന്ന് പറഞ്ഞാൽ? ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഷുഡ് ബി 1 but the output goes to 0 for a certain moment when the input is changed. അതായത് സ്റ്റാറ്റിക് 1 ഹസാർഡിൽ എങ്ങനെയാണ്? സ്റ്റാറ്റിക് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നോക്കിയാൽ കാണാം, സ്റ്റാറ്റിക് 1 1-0-1 ട്രാൻസിഷൻ അല്ലേ? അതായത് എന്താണ്, സ്റ്റാറ്റിക് 1 എന്തായിരിക്കും? ആക്ച്വലി ഔട്ട്പുട്ട് എന്തായിരിക്കണം? 1 ആയിരിക്കണം. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് 1 ആയിരിക്കേണ്ട കേസ്, പക്ഷേ എന്താ ചെയ്യുന്നത്? 1 ആവും, പെട്ടെന്നൊരു 0 ട്രാൻസിഷൻ ഉണ്ടാവും, ദെൻ അഗെയിൻ ഗോസ് ടു 1. അതായത് സ്റ്റാറ്റിക് 1 ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ഔട്ട്പുട്ട് 1 ആയിരിക്കണം, പക്ഷെ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഗോസ് ടു 0 ഫോർ എ സർട്ടൻ മൊമെൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഷോർട്ട് മൊമെൻറ്റിലേക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എന്തായി പോകും? 0യിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ അഗെയിൻ 1ലേക്ക് വരും. നിങ്ങൾക്ക് താഴെയുള്ള സർക്യൂട്ട് കണ്ടാൽ ഇവിടെ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ? ഓർ ഗേറ്റിലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഫസ്റ്റ് ഇൻപുട്ട് 1 കൊടുക്കുന്നു അല്ലേ? ഓർ ഗേറ്റിൽ നിന്നാണ്, ഇതാണ് സ്റ്റാറ്റിക് 1 ഹസാർഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒരു ഓർ ഗേറ്റ് ഉണ്ട്, ഒരു ഇൻപുട്ടിൽ നോട്ട് ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, 1 ഫസ്റ്റ് ഇൻപുട്ട് 1 ആവുന്ന കേസിൽ എന്താ സംഭവിക്കുക? ഈ ഇൻപുട്ടിൽ 1, അതേപോലെ
നോട്ട് ചെയ്യുമ്പോൾ നോട്ടിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും അല്ലേ, 0. അപ്പം 0 ഇവിടെ 1ഉം 0യും ഓർ ചെയ്യുമ്പോൾ എന്താ വരിക, 1 അല്ലേ, ഔട്ട്പുട്ടിൽ 1. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന 1. നിങ്ങൾ ലേസർ പോയിന്റ് വെച്ചിട്ട് നോക്കണേ, എന്നാലേ ഇത് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സ്ലൈഡ് ഷോയിലിടുമ്പോൾ ലേസർ പോയിന്റ് വെച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നോക്കിയാലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, 1 കൊടുത്തു. ഈ 1 ഒരു ഇൻപുട്ടിൽ 1 നോട്ട് ചെയ്തിട്ട് 0. അപ്പം 1ഉം 0യും ഓർ ചെയ്താൽ 1. അഗെയിൻ നമ്മൾ എന്താണ് 1 മാറ്റി 0 കൊടുത്തു ഇൻപുട്ടിൽ. അപ്പം 0 കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക, 0 കൊടുക്കുമ്പം ഇൻപുട്ട് ഡയറക്റ്റ് വരുന്ന അവിടെ എന്താണ് 0 തന്നെ വരും. പക്ഷേ എന്താണ് ഇവിടെ നോട്ട് ചെയ്യുമ്പോൾ എന്താണ് 0 ആവുന്നില്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞു, സ്റ്റാറ്റിക് ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 0 കൊടുത്താൽ എന്ത് സംഭവിക്കണം, ഇവിടെ നോട്ട് ചെയ്തത് 1 ആവണം. പക്ഷെ എന്താണ്, ഇതൊരു ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടെന്ന് സംഭവിക്കും, ഇവിടെ 0 ആയാലും ഇവിടെ 1 ആവില്ല. ഈ സർക്യൂട്ടിൻ്റെ ഡിലേ കൊണ്ട് ഇവിടെ 0 പഴയ ഔട്ട്പുട്ട് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. അപ്പം 0യും 0യും ഓർ ചെയ്താൽ എന്താ വരിക, ഔട്ട്പുട്ടിൽ 0. പക്ഷേ 0 സെക്കൻഡ് ഔട്ട്പുട്ട് 0 അല്ലേ, 0 കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നോട്ട് ഗേറ്റ് ഒരു ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ. നോട്ട് ഗേറ്റ് ഡിലേ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 0 ആയി അടുത്ത ഇൻപുട്ട് കൊടുത്താലും അതിൻ്റെ നോട്ടിൻ്റെ ഔട്ട്പുട്ട് 0 തന്നെ. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഓട്ടോമാറ്റിക്കലി 1 ആയി മാറും, 1 ഉണ്ടാവും. അപ്പം ഈ 1ഉം ഈ 0യും കൂടി ഓർ ചെയ്താൽ എന്താ കിട്ടുക, ഔട്ട്പുട്ടിൽ 1. അപ്പം എന്താവും, ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്, 1 0 1. അതായത് എന്താ മനസ്സിലാക്കുന്നത്, സ്റ്റാറ്റിക് 1 ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം, 1 ആയിരിക്കണം. പക്ഷെ എന്ത് സംഭവിക്കും, 1 0 1 കിട്ടുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്തായി മാറും, ഔട്ട്പുട്ട് ഗോസ് ടു 0 ഫോർ എ സർട്ടൻ മൊമെൻറ്റ് വെൻ ദ ഇൻപുട്ട് ഈസ് ചേഞ്ച്ഡ്. ഇൻപുട്ട് 1 0യിലേക്ക് ചേഞ്ച് ചെയ്താലും ഔട്ട്പുട്ട് എന്താവും, ഔട്ട്പുട്ട് ഗോസ് ടു 0 ഫോർ എ സർട്ടൻ മൊമെൻറ്റ് വെൻ ദ ഇൻപുട്ട് ഈസ് ചേഞ്ച്. ഇതാണ് സ്റ്റാറ്റിക് 1 ഹസാർഡ്. അതായത് സ്റ്റാറ്റിക് 1 ഹസാർഡ് ഒന്നുമില്ല, എന്താണ് സ്റ്റാറ്റിക് 1 ഹസാർഡിൽ എങ്ങനെയായിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കണം, 1 ആയിരിക്കണം. പക്ഷെ എന്താണ്, ഒരു സർട്ടൻ മൊമെൻറ്റിലേക്ക് അത് 0യിലേക്ക് പോകും, എന്നിട്ട് എന്ത് ചെയ്തു, അത് 1ലേക്ക് തിരിച്ചു വരും. ഇതിനാണ് സ്റ്റാറ്റിക് 1. അപ്പോൾ സ്റ്റാറ്റിക് 0 എന്തായിരിക്കും, സ്റ്റാറ്റിക് 0 മീൻസ് എന്താണ്, ആക്ച്വൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ബട്ട് എന്താണ്, ഒരു പെർട്ടിക്കുലർ സർട്ടൻ മൊമെൻറ്റിലേക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഗോസ് ടു 1 when the input is changed. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് 0ൻ്റെ നോക്കാം. സ്റ്റാറ്റിക് 0ൻ്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതാണ് സ്റ്റാറ്റിക് 0ൻ്റെ ട്രാൻസിഷൻ, 0 1 0. അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം, ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലേക്ക് അതെന്ത് ചെയ്യും, അത് 1 ആയി മാറും, 1 ആയിട്ട് അഗെയിൻ 0യിലേക്ക് വരും. അപ്പോൾ സ്റ്റാറ്റിക് 0 ഹസാർഡ് ജനറേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ആൻഡ് ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. സ്റ്റാറ്റിക് 1 എങ്ങനെയായിരുന്നു, ബൈ യൂസിങ് ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. ബട്ട് സ്റ്റാറ്റിക് 0 ഹസാർഡ് എങ്ങനെയാണ് ജനറേറ്റ് ബൈ സ്റ്റാറ്റിക് 0 ഹസാർഡിൽ എങ്ങനെയാണ്, സ്റ്റാറ്റിക് 0 ഹസാർഡിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് വിത്ത് നോട്ട് ഗേറ്റ്. അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റാറ്റിക് 0 ഹസാർഡിനെ നോക്കാം. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 0 എന്നുള്ള ഇൻപുട്ട്. 0 ഇൻപുട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇൻപുട്ടിൽ 0 കൊടുക്കുമ്പം ഇതിന് ഡയറക്റ്റ് വരുന്നത് 0. അപ്പം നോട്ട് ഗേറ്റ് ചെയ്താൽ എന്താ, അത് 0 ഇൻവേർട്ട് ചെയ്ത് 1 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ 1ഉം നമ്മൾ കൊടുക്കുന്ന 0യും 1ഉം 0യും ആൻഡ് ചെയ്താൽ ഔട്ട്പുട്ട് 0 അല്ലേ.
ഔട്ട്പുട്ട് 0 കിട്ടി. അടുത്തത് ഇവിടെ 1 കൊടുത്തു, ഇൻപുട്ടിൽ 1 എന്നുള്ള കൊടുത്തു. 1 കൊടുക്കുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ഇൻപുട്ടിൽ 1. പക്ഷേ എന്താ സംഭവിക്കുക, ഇവിടെ ഈ 1 കൊടുത്താൽ നോട്ട് ഗേറ്റിൽ എന്തായിരിക്കണം ആക്ച്വലി ഔട്ട്പുട്ട് 0 ആയിരിക്കണം അല്ലേ. പക്ഷെ എന്താണ് ഇവിടെ ഈ പാത്ത് എന്താണ് ഒരു ഡിലേ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ നോട്ട് ഗേറ്റ് ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ 1 ആണെങ്കിലും ഔട്ട്പുട്ടിൽ 0 ആവൂല. എന്തുകൊണ്ടാണ്, ഡിലേ കാരണം. ഈ പാത്ത് ഒരു ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നു. നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആ കേസിൽ എന്തായിരിക്കും 1 തന്നെയായിരിക്കും. അപ്പോൾ ഈ 1ഉം നോട്ട് ഗേറ്റിൻ്റെ 1ഉം ഡയറക്റ്റ് 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ ആൻഡ് ചെയ്താൽ എന്താ കിട്ടുക, ഔട്ട്പുട്ടിൽ 1. ഓക്കെ, 1 കിട്ടി. പിന്നെ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ 1 എന്നുള്ളത് എന്തായി മാറും. നമ്മൾ കൊടുത്ത എന്താണ് ഇവിടെ 1 കൊടുത്തത്. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കണം, നോട്ട് ഗേറ്റിൻ്റെ 0 ആയിരിക്കണം അല്ലേ. ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് 0യിലേക്ക് എന്തായി മാറും, ചേഞ്ച് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. ചിലപ്പം 0യും ഈ 1ഉം മൾട്ടിപ്ലൈ ചെയ്യും, ആൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 1ഉം 0യും ആൻഡ് ചെയ്താൽ 0. അപ്പോൾ എന്തായി മാറും, ഔട്ട്പുട്ട് 0യിലേക്ക് പോകും. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് 0 എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിക് 0യിൽ എന്തായിരിക്കണം, ആക്ച്വൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ഔട്ട്പുട്ട് 0ന്ന് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലേക്ക് 1ലേക്ക് പോകും. അഗെയിൻ എന്ത് ചെയ്യും, അത് 0യിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതാണ് സ്റ്റാറ്റിക് 0 ഹസാർഡ്. നെക്സ്റ്റ് ഡൈനാമിക് ഹസാർഡ്. ഡൈനാമിക് ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാറ്റിക് ഹസാർഡിൽ എങ്ങനെയാണ് 0ന്ന് 1ലേക്കും അഗെയിൻ 1ന്ന് 0യിലേക്ക്, അല്ലെങ്കിൽ 1ന്ന് 0യിലേക്കും 0 to 1 അങ്ങനെ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യുന്നു. പക്ഷെ എങ്ങനെയാണ് ഡൈനാമിക് ഹസാർഡിന് ഔട്ട്പുട്ട് ചേഞ്ചസ് 3 or more times and it should be changes from 1 to 0 or 0 to 1. 3 അതിലധികമോ ടൈംസ് എന്ത് ചെയ്യും, 0 to 1 1 to 0 ട്രാൻസിഷൻ ഉണ്ടാകും. ഇതാണ് ഡൈനാമിക് ഹസാർഡ് എന്ന് പറയുന്നത്. ഈ ഹസാർഡ് എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാമിനും ഒന്നെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ എസ്സേ ആയിട്ടോ തന്നെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഹസാർഡ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കി, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ ഡയറക്റ്റ് വിളിച്ചാൽ മതി, ഞാൻ ഡയറക്റ്റ് പറഞ്ഞു തരും. എല്ലാം നിങ്ങൾക്ക് പറ്റുന്നത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കിയോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടെക്സ്റ്റ് നോക്കിയോ എങ്ങനെയും റെഫർ ചെയ്ത് എന്തായാലും പഠിച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഹസാർഡ്. Removal of static hazards. Static hazards can be eliminated by using redundant gates. If a circuit is implemented in SOP means sum of product, with AND OR gate or with NAND gates, the removal of static 1 or 0 hazards and dynamic hazards will occur. അതായത് എന്താണ്, ഒരു സർക്യൂട്ട് ഈസ് ഇംപ്ലിമെൻറ്റിങ് SOP എന്താണ്, സം ഓഫ് പ്രോഡക്റ്റിൽ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത സർക്യൂട്ട് ആണെങ്കിൽ അതിൽ ആൻഡ് ഓർ ഗേറ്റോ അല്ലെങ്കിൽ നാൻഡ് ഗേറ്റോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള സ്റ്റാറ്റിക് 1 ഓർ സ്റ്റാറ്റിക് 0 ഹസാർഡിനെയും അതേപോലെ തന്നെ ഡൈനാമിക് ഹസാർഡ്സിനെയും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റിക് ഹസാർഡ്സ് ചോദിച്ചതെങ്കിൽ നിങ്ങളതൊരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്നാലേ നമുക്ക് അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് സ്റ്റാറ്റിക് 1 ഹസാർഡിൻ്റെ. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം, ABC ഈക്വൽ ടു സിഗ്മ M 2567. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 2567 എന്നുള്ള ഫംഗ്ഷൻ. അതിനെന്താ ചെയ്യുക, ഫൈൻഡ് ദ മിനിമൽ SOP റിയലൈസേഷൻ വിത്ത് ലോജിക് ഗേറ്റ്സ്. അതിൻ്റെ മിനിമൽ SOP സം ഓഫ് പ്രൊഡക്റ്റ് റിയലൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം SOP ആണെങ്കിൽ SOP എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. SOP ആണെങ്കിൽ എന്താണ്, അത് മിൻ ടേം വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ സ്മോൾ ലെറ്റർ M എന്ന് കാണിച്ചിരിക്കുന്നത് മിൻ ടേം ആണ്. മിൻ ടേം സം ഓഫ് പ്രൊഡക്റ്റിൽ മിൻ ടേമിലാണ്
പ്രൊഡക്റ്റ് ഓഫ് സമ്മിലാണെങ്കിൽ മാക്സ് ടേം ആയിരിക്കും, അത് ക്യാപിറ്റൽ എം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു എന്താണ് സിഗ്മ എം 2 5 6 7. ഇങ്ങനെ തന്നാൽ എന്ത് ചെയ്യുക, നിങ്ങൾ 2 5 6 7 എന്നുള്ളത് ടേംസ് തന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് 7 ആണ് മാക്സിമം നമ്പർ. അപ്പോൾ എത്ര ഡിജിറ്റ് വരും, അത് 3 ഡിജിറ്റ് വരും അല്ലേ. 3 ഡിജിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എ ബി സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. 7 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, 1 1 1 ആണ്. അപ്പം 0 തൊട്ട് 1 വരെയുള്ള വാരിയബിൾസ് ചെയ്ത് ഇത് റൈറ്റിൽ കാണാം എ ബി സി. അപ്പം 0 1 2 3 5 അപ് ടു 7 വരെ എഴുതിയിട്ടുണ്ട് അല്ലേ. 0 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, 0 0 0, നെക്സ്റ്റ് 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 അല്ലേ. അങ്ങനെ 7 വരെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്ന ടേം എന്താണ്, 2 5 6 7 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ടേംസ് എന്ത് ചെയ്യുക, അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമിൽ അതിൽ എഴുതാം. അപ്പോൾ 2 നോക്കാം. 2 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, 0 1 0 അല്ലേ. ജസ്റ്റ് മിനിറ്റ്. 0 1 0 അല്ലേ. അപ്പം 0 എന്നുള്ള ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കോംപ്ലിമെൻറ്റ് എടുക്കും അല്ലേ. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, C2 കറസ്പോണ്ടിങ് ആയിട്ട് എ കോംപ്ലിമെൻറ്റ് ബി സി കോംപ്ലിമെൻറ്റ്. അടുത്ത 5 എന്നുള്ള ടേം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, 5 1 0 1. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് എങ്ങനെ എഴുതാം, എ ബി കോംപ്ലിമെൻറ്റ് സി. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 6 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, 1 1 0. അപ്പം എ ബി 0ൻ്റെ സ്ഥാനത്ത് സി കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് ടേം തന്നെ 7, അതായത് 7 തന്നെ 1 1 1. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമില്ല അല്ലേ, എ ബി സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, SOP is equal to A complement B C complement plus A B complement C plus A B C complement plus A B C. SOP അല്ലേ. SOP എന്ന് പറഞ്ഞാൽ എന്താ, സം ഓഫ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റിന് നമ്മൾ സം ചെയ്ത ഫോമിൽ എഴുതി അല്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക, കെ മാപ്പ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാം. കെ മാപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഇടുക, ഏതൊക്കെ ടേമാണോ 1 വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, കെ മാപ്പിൽ എ ബി സി ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എ ബി ലെഫ്റ്റിലും, അതായത് വേർട്ടിക്കലായിട്ടും സി ഹൊറിസോണ്ടലായിട്ടും എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, എ വേർട്ടിക്കലായിട്ടും ബി സി ഹൊറിസോണ്ടലായിട്ടും എഴുതാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഫോം കാണിച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെയും എഴുതാമെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ സോൾവ് ചെയ്തത് ഇപ്പോൾ ഈ ഫോമിലാണ്. നമുക്ക് നോക്കാം, ഈ ഏതൊക്കെ ടേമാണോ വന്നിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് നമ്മൾ 1 ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ 1 ഏതൊക്കെ ടേമാണ് വന്നിരിക്കുന്നത്, എ കോംപ്ലിമെൻറ്റ് ബി സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആ ടേമിൻ്റെ അവിടെ 1 ഇട്ടു. അതേപോലെ എ ബി സി കോംപ്ലിമെൻറ്റ്, അവിടെയും 1 ഇട്ടു. അതേപോലെ എ ബി സി 1, എ ബി കോംപ്ലിമെൻറ്റ് സി, അവിടെയും 1. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഈ 1 ഗ്രൂപ്പ് ചെയ്തു, ഈ 2 1സും ഗ്രൂപ്പ് ചെയ്തു, ഈ 2 1സും ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്താണ്, എ കോംപ്ലിമെൻറ്റ് ബി എ ബി. ഇതിൽ കോമൺ ആയിട്ട് ഏതാ വരുന്നത്, ബി അല്ലേ, ബി എന്നുള്ള ടേം. ഇതിന് കറസ്പോണ്ടിങ് സി കോംപ്ലിമെൻറ്റ്. ഫസ്റ്റ് ടേം കിട്ടി, എഫ് ഈസ് ഈക്വൽ ടു ബി സി കോംപ്ലിമെൻറ്റ്. അതേപോലെ ഈ 2 1ഉം ഗ്രൂപ്പ് ചെയ്യുമ്പം എ ബി ആൻഡ് എ ബി കോംപ്ലിമെൻറ്റ്. ഇതിൽ കോമൺ ആയിട്ട് എ എന്നുള്ള ടേമാണ് വരുന്നത്. അപ്പം എ ഇൻറ്റു സി. അപ്പം എന്താ കിട്ടിയത്, പ്ലസ് എ സി. അപ്പം എഫ് ഈസ് ഈക്വൽ ടു ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ സി. ഇതിൻ്റെ ബാക്കി, ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കെ മാപ്പ് സോൾവ് ചെയ്തപ്പം കിട്ടിയ ഇക്വേഷൻ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു എ സി പ്ലസ് ബി സി കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പം ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് വരയ്ക്കാം. അപ്പം എ സി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, എ കൊടുക്കുക സി അല്ലേ. നമുക്ക് നോക്കാം, നമുക്ക് കിട്ടിയ ഇക്വേഷൻ എ സി പ്ലസ് ബി സി കോംപ്ലിമെൻ്റ് ആണ്. അപ്പം എ സി
അല്ലേ? എയും സിയും ആൻഡ് ചെയ്തു, അപ്പോൾ എ സി ജനറേറ്റ് ചെയ്യും. അതേപോലെ ബി ആൻഡ് സി കോംപ്ലിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഒരു നോട്ട് ഗേറ്റ് വെച്ച് കൊടുത്തു അല്ലേ? നോട്ട് ഗേറ്റും സി നോട്ട് ചെയ്തു, അപ്പം സി കോംപ്ലിമെൻറ്റ് ബി അല്ലെങ്കിൽ ബി സി കോംപ്ലിമെൻറ്റ് ഇത് രണ്ടും കൂടി എന്ത് ചെയ്തു? ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ രണ്ടും അതായത് എ സി പ്ലസ് ബി സി കോംപ്ലിമെൻറ്റ് രണ്ടും കൂടെ ഓർ ചെയ്ത് ലാസ്റ്റ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 3 വേരിയബിളാണ് ഉള്ളത്, എ ബി സി. മൂന്നും എയും ബിയും സിയും എന്ത് ചെയ്യുക? ഇൻപുട്ട് 3 സെയിം ഇൻപുട്ട്, അതായത് 1 1 1 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുക. അതായത് ഗിവ് 1 ആസ് ഇൻപുട്ട് ടു ഓൾ ഇൻപുട്ട്സ്. നമുക്ക് നോക്കാം, 1 1 1 മൂന്നിനും 1 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. അപ്പം എ 1 ആകുമ്പോൾ ഇവിടെ 1, 1 കറസ്പോണ്ടിങ് ആയിട്ട് സി 1, ബി 1 കറസ്പോണ്ടിങ് ആയിട്ട് 1 അല്ലേ? അപ്പം 1ഉം 1ഉം ആൻഡ് ചെയ്തു, ഫസ്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1. അതേപോലെ നമ്മൾ ഇവിടെ 1 കൊടുത്തു അല്ലേ? 1 കൊടുക്കുമ്പം നോട്ട് ഗേറ്റ് 0 ജനറേറ്റ് ചെയ്യും. 0 ഈ 0യും 1ഉം കൂടെ ആൻഡ് ചെയ്താൽ സെക്കൻഡ് ആൻഡ് ഗേറ്റിന് 0 ഔട്ട്പുട്ട്. അപ്പോൾ ഈ 1ഉം സെക്കൻഡ് ആൻഡ് ഗേറ്റിന് 0യും ഓർ ചെയ്താൽ 1ഉം 0യും ഓർ ചെയ്താൽ 1 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം? 1 ആയിരിക്കണം. പക്ഷേ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വാരിയേഷൻ മനസ്സിലാണ്. നമ്മൾ എന്ത് ചെയ്യും? സി, അതായത് സിയിലേക്കാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീൻ്റെ വാരിയേഷനാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ സീൻ്റെ ഇൻപുട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക, 0 ആയിട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഇൻപുട്ട്സൊക്കെ 1 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുക. അപ്പോൾ സീൻ്റെ ഇൻപുട്ട് ചേഞ്ച് ചെയ്തു 0. 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇതിന് കറസ്പോണ്ടിങ് ഇവിടെ 0 ആകുമ്പോൾ ഇതിൻ്റെ സീൻ്റെ ഫസ്റ്റ് ഗേറ്റിൻ്റെ സി ഇൻപുട്ട് 0 അല്ലേ? എഗെയിൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 1 തന്നെയാണ്. അപ്പോൾ എ 1 തന്നെയാണ്. അപ്പോൾ 1 വന്നാൽ ഇവിടെ സെക്കൻഡ് ഇൻപുട്ട് 1. അപ്പോൾ 1ഉം 0യും 0 അല്ലേ? ആൻഡ് ചെയ്ത് 0 കിട്ടി. നമുക്ക് നോക്കാം ഇനി അടുത്തത്. ഇവിടെ നേരത്തെ പറഞ്ഞു അല്ലേ? സ്റ്റാറ്റിക് ഹസാർഡ്സിൽ എങ്ങനെയാണ് എപ്പോഴും എന്തുകൊണ്ട് ഹസാർഡ്സ് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു ഡിലേ കാരണം അല്ലേ? നമുക്ക് കൊടുക്കുമ്പം ഡിലേ കാരണം എന്ത് ചെയ്യുക? പാത്തിൻ്റെ ഡിലേ കൊണ്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ ട്രാൻസിയൻസ് ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, സ്വിച്ചിങ് ട്രാൻസിയൻസ്. ഇവിടെ ഡിലേ ആരെ ഈ ഡിലേ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ നോട്ട് ഗേറ്റ് ആണ് ഡിലേ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ 0 കൊടുത്താൽ എന്താണ്? അവിടെ അതിൻ്റെ ഔട്ട്പുട്ട് 0 തന്നെയായിട്ട് നിൽക്കും, സ്റ്റേ ചെയ്യും. ഇതിന് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ എന്താണ്? അതിൻ്റെ ഔട്ട്പുട്ട് 0 തന്നെയായിരിക്കും. ഒരു ടൈം പീരീഡ് കഴിഞ്ഞാലാണ് അതെന്ത് ചെയ്യുന്നത്? അത് വേറൊരു ഔട്ട്പുട്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. നമ്മൾ 0 കൊടുത്തു അല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ 0 കൊടുത്താൽ എന്ത് ചെയ്യണം? ഇവിടെ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താവണം? 1 ആവണം. പക്ഷേ എന്താണ്? ഡിലേ കാരണം എന്താണ്? നേരത്തെയുള്ള ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഇവിടെ 0. ഇവിടെ നമ്മൾ സെക്കൻഡ് ഇൻപുട്ട് 1 ബി നമ്മൾ 1 തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ 1 ആകുമ്പം സെക്കൻഡ് ഇൻപുട്ട് 1. ഈ 1ഉം ഈ ഡിലേ കാരണമുള്ള ഈ 0, അതായത് ചേഞ്ച് വന്നിട്ടില്ല, ഈ 0യും കൂടി എന്ത് ചെയ്യും? ആൻഡ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 0 തന്നെ. ഈ 0യും ഓർ ചെയ്താൽ എന്താ വരിക? ഔട്ട്പുട്ട് 0 എന്തായി മാറി? 1ന്ന് 0യിലേക്ക് ചേഞ്ച് ചെയ്തു അല്ലേ? ചേഞ്ച് ചെയ്തു. നോക്കാം. കുറച്ച് ടൈം പീരീഡ് കഴിയുമ്പോൾ, ഒരു പെർട്ടിക്കുലർ ടൈം, ഒരു സ്മോൾ ടൈം പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ 0 കൊടുത്താൽ എന്ത് ചെയ്യണം? നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവണം അല്ലേ? പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ എന്ത് 1ലേക്ക് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായി? നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയി. അപ്പം
ഈ വണ്ണും ഈ വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. വണ്ണും വണ്ണും ആഡ് ചെയ്താൽ എന്താവും? ഔട്ട്പുട്ട് 1. ഇവിടെ ഓറിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ എന്താവും? ഓറിൻ്റെ ഔട്ട്പുട്ട് 1ലേക്ക് ചേഞ്ച് ചെയ്യും അല്ലേ? ഇവിടെ 1 ആയി. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വന്നു? 1 ആയിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് എന്ത് 0ലേക്ക് ചേഞ്ച് ചെയ്യും. അഗെയിൻ 1ലേക്ക് തന്നെ വരും. അതായത് 1 0 1 സ്റ്റാറ്റിക് 1 ഹസാർഡ് ജനറേറ്റ് ചെയ്തു അല്ലേ? ഇതാണ് സ്റ്റാറ്റിക് 1 ഹസാർഡ്. ഈ ഹസാർഡ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു എ ബിന്ന് ആഡ് ചെയ്യാം. എ ബി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നേരത്തെ നമ്മൾ വരച്ചില്ലേ ക്യാമാപ്പ് വെച്ച് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? എ സി പ്ലസ് ബി സി കോംപ്ലിമെൻറ്റ് അല്ലേ? ആ സർക്യൂട്ടിൽ ആ ക്യാമാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എ ബിനെ നമുക്ക് അതായത് ഹൊറിസോണ്ടലായിട്ട് എ ബിനെയും കൂടി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? എ ബിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എ ബി ടേം കിട്ടിയില്ലേ? അപ്പം എ ബി എന്നുള്ള ടേം കൂടി വന്നാൽ എന്ത് ചെയ്യും? അതായത് എ ബി എന്നുള്ള ടേം വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഹസാർഡ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഹസാർഡ്സിനെ എലിമിനേറ്റ് ചെയ്യുക? ഇത് നമുക്ക് അത് എ ബി എന്നുള്ള ടേമിൽ, അതായത് എ ബി ടേമിൽ സി ഉണ്ടോ? ഇല്ല. അപ്പം സി 0 ആയാലും 1 ആയാലും നമുക്കൊരു പ്രശ്നവുമില്ല. എ ബി എന്നുള്ള ടേം എ ബി 1 ആയാൽ എന്താണ്? ഔട്ട്പുട്ട് എപ്പോഴും 1 ആയിരിക്കും അല്ലേ? അപ്പം 1 തന്നെ റിമെയിൻ ചെയ്യും. അതായത് നമ്മളെന്താണ്, നമുക്ക് ഹസാർഡ്സ് ക്രിയേറ്റ് ചെയ്യണോ ചെക്ക് ചെയ്യാൻ നമ്മൾ സി എന്നുള്ള ടേമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് ഈ ക്യാമാപ്പിൽ സോൾവ് ചെയ്യുമ്പോൾ എ ബി എന്നുള്ള ടേം കൂടി കിട്ടുന്നുണ്ട്. അതായത് എങ്ങനെയാണ്? ഹൊറിസോണ്ടലായിട്ട് എ ബിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ബി ടേം വന്നാൽ എന്താണ്? സി 0 ആയാലും 1 ആയാലും നമുക്ക് എ ബി എന്നുള്ള ടേം 1 ആണെങ്കിൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഓർ ചെയ്താൽ 1 തന്നെ നിൽക്കും. അപ്പം എ ബി എന്നുള്ള ടേം വരുമ്പോൾ ഈ ടേമിൻ്റെ ഡിലേ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? 1 റിമെയിൻ ചെയ്യും അല്ലേ? മറ്റു കേസിൽ എങ്ങനെയാണ്? എ സി പ്ലസ് ബി സി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ രണ്ടിലും സി ഉണ്ട് അല്ലേ? അപ്പോൾ സി എന്നുള്ള 0 ആയാലും അല്ലെങ്കിൽ എന്താ ഡിലേ കാരണം സി കോംപ്ലിമെൻ്റ് അവിടെ 0 ആയാലും എന്താണ്? ഈ ടേം മൊത്തം 0 ആയിപ്പോവും. അതാണ് 1 നിന്ന് 0ലേക്കും 0 നിന്ന് 1ലേക്കും ട്രാൻസിഷൻ വരുന്നത്. അപ്പം എ ബി എന്നുള്ള ടേം കൂടി വരുമ്പോൾ എന്താണ്? എ ബിനെ മാത്രം ഡിപ്പെൻഡ് അതായത് എ ബി ഏതെങ്കിലും ഒന്ന് 1 ആയാൽ എന്താണ്? എ ബി എന്നുള്ള ടേം 1 ആയാൽ അത് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും അല്ലേ? ഇത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഹസാർഡ്സിനെ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റിക് 0 ഹസാർഡ്. അതായത് സ്റ്റാറ്റിക് 0 ഹസാർഡ് എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റാറ്റിക് ഹസാർഡ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഫൈൻഡ് POS, അതായത് പ്രോഡക്റ്റ് ഓഫ് സം റിയലൈസേഷൻ ഓഫ് ഫംഗ്ഷൻ വിത്ത് ലോജിക് ഗേറ്റ്സ്. F is equal to pi m 0 1 3 4. നേരത്തെ പറഞ്ഞു SOP ആണെങ്കിൽ മിൻ ടേം ആണ് സ്മോൾ ലെറ്റർ എം. അപ്പം സിഗ്മ എം എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുക. പ്രോഡക്റ്റ് ഓഫ് സം ആണെങ്കിൽ പൈ എം എന്ന് പറയുന്നത് മാക്സ് ടേം ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സമ്മിൽ മാക്സ് ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം പൈ എം 0 1 3 4 4 വാരിയബിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് സം നോക്കാം. 0 1 3 4. അപ്പം 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ആണ് വാരിയബിൾ, 4 ആണ് മാക്സിമം കേട്ടോ. അപ്പം നമുക്ക് 7 വരെ 4 റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 വാരിയബിൾസ് വെച്ചാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എ ബി സി. അപ്പം 0 എന്നുള്ള ടേം എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക? എ പ്ലസ് ബി പ്ലസ് സി അല്ലേ? 0 എന്ന് പറഞ്ഞാൽ 0 0 0 അല്ലേ? അപ്പം 0 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? എ പ്ലസ് ബി പ്ലസ് സി. നെക്സ്റ്റ് 1 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? 0 0 1 അല്ലേ? എ ബി സിൻ്റെ ടേംസിൽ. അപ്പം 0 0 1 എന്ന് പറയുമ്പം എ ബി സി കോംപ്ലിമെൻറ്റ്. ഈ പ്രോഡക്റ്റ് ഓഫ് സമ്മിൽ ഏതാണോ
1 ആവുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റാണ് എടുക്കുന്നത്. മറ്റേ സം ഓഫ് പ്രൊഡക്റ്റിൽ 0 ആകുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരുന്നു, ഇതിൽ 1 ആകുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ്. അപ്പോൾ എ ബി സി കോംപ്ലിമെൻ്റ്. നെക്സ്റ്റ് 3 എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? 3 റെപ്രസെൻ്റ് ചെയ്യുക 0 1 1 അല്ലേ? അപ്പം എന്ത് വരും? എ ബി കോംപ്ലിമെൻറ്റ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് വരുന്ന ടേം 4 റെപ്രസെൻ്റ് ചെയ്യുക 1 0 0 ആണ്. അപ്പം 1ന് കോംപ്ലിമെൻറ്റ്, അതായത് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി. ഇക്വേഷൻ കിട്ടുന്നത് എഫ് മിനിമം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു, അതായത് പ്രൊഡക്റ്റ് ഓഫ് സം ആണ്, അതായത് എന്താണ് സമ്മിൻ്റെ പ്രൊഡക്റ്റ് ആണ്, എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാമാപ്പ് പ്ലോട്ട് ചെയ്യാം അല്ലേ? അപ്പം പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. പ്രൊഡക്റ്റ് ഓഫ് സമ്മിൽ ക്യാമാപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം? 0 ഏതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സം ഓഫ്, നിങ്ങൾ മറക്കരുത്, സം ഓഫ് പ്രൊഡക്റ്റിൽ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്, പക്ഷേ പ്രൊഡക്റ്റ് ഓഫ് സമ്മിൽ 0 ആണ്. നമുക്ക് കിട്ടിയ ഇക്വേഷൻ നോക്കാം. എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സി, അതിന് കറസ്പോണ്ടിങ് 0 പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് വന്നത് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് 0 ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്, എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ്, എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി അന്നും 0. നെക്സ്റ്റ് വന്നത് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി, അതിന് കറസ്പോണ്ടിങ് ഇതാ ഈ റോയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 0 ഇട്ടു. നമ്മൾ 4 0 പ്ലേസ് ചെയ്തു. നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക? ഈ രണ്ടും, അതായത് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി, ഈ രണ്ടും ഗ്രൂപ്പ് ചെയ്തു. അതേപോലെ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഈ രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? അപ്പം ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് നോക്കാം. ഇത് എയും എ കോംപ്ലിമെൻറ്റ്, ഇതിൽ കോമൺ ഇല്ല, പക്ഷേ ഏതാ കോമൺ ആയി വരുന്നത്? ബി പ്ലസ്, ഈ രണ്ടിനും ബി പ്ലസ് സി ആണ് കോമൺ ആയി വരുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ എന്ത് കിട്ടി? ബി പ്ലസ് സി ഇൻറ്റു, ഇനി ഈ രണ്ട് ഗ്രൂപ്പും നോക്കിയാൽ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് എ കോമൺ ഉണ്ട് അല്ലേ? അതേപോലെ ഹൊറിസോണ്ടലായി നോക്കുമ്പം ഇത് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, അതും ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്, ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? സി കോംപ്ലിമെൻറ്റ് ഉള്ള ടേബിൾ. അപ്പോൾ എന്ത് കിട്ടും ഇക്വേഷൻ? എ പ്ലസ് സി കോംപ്ലിമെൻറ്റ് അല്ലേ? ഇക്വേഷൻ കിട്ടി എഫ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് സി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഫൈനൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം അല്ലേ? സർക്യൂട്ട് വരയ്ക്കുമ്പം ബി സി എന്ന് കൊടുത്തു അല്ലേ? സി ആണ് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിന് കറസ്പോണ്ടിങ് നോട്ട് ഗേറ്റും പ്ലേസ് ചെയ്തു. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് സി കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ സ്റ്റാറ്റിക് 0 അസാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. 0 ആണെങ്കിൽ നമ്മൾ എല്ലാത്തിനും 0 ആണ്, അതുകൊണ്ട് നമ്മൾ എല്ലാ ഇൻപുട്ടും 0 ആയിട്ട് പ്ലേസ് ചെയ്യും. അപ്പം ബി സി 0. അപ്പം ഇതിൽ നമുക്ക് വേരിയേഷൻ വരുന്നത് ഏതാണ്? സി ആണ്. അപ്പോൾ നമ്മൾ സി മാത്രമേ നെക്സ്റ്റ് ഇതിൽ സി മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ഇൻപുട്ടും 0 തന്നെ, സെയിം 0 തന്നെ പ്ലേസ് ചെയ്യും. നമുക്ക് നോക്കാം ഇതിൻ്റെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആദ്യം 0 കൊടുത്തു. ബിക്ക് 3 ഇൻപുട്ടും 0 ആകുമ്പം
ഇവിടെ ഇൻപുട്ട് 0 0 സി 0 സി ഇവിടെ 0 ആകുമ്പോൾ നോട്ട് ചെയ്ത് ഇവിടെ 1 അല്ലേ 1. അതേപോലെ നമ്മൾ 0 കൊടുത്തു, അപ്പം എൻ്റെ ഇൻപുട്ടും 0 അല്ലേ 0 കൊടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ 0 പ്ലസ് 0 0 പ്ലസ് 0 0 ഓർ 0 0. ഇവിടെ 1 0 1 0 വരുമ്പോൾ 1 0 ഓർ ചെയ്താൽ 1 അല്ലേ. അപ്പം ഈ ആൻഡ് ഗേറ്റിന് ഏതൊക്കെ ഇൻപുട്ട് വന്നു? 0യും വന്നു 1ഉം വന്നു. 0യും 1ഉം ആൻഡ് ചെയ്താൽ എന്താ വരിക? 0. നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഹസാർഡ്സ് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? സിയിലേക്കാണ് നമ്മൾ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തത്. അപ്പോൾ സിയുടെ ഇൻപുട്ട് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സിക്ക് എന്തായി? ബാക്കി എല്ലാ ഇൻപുട്ടും ബിയും എയും 0 തന്നെ വെച്ചു. സിൻ്റെ ഇൻപുട്ട് 1ലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ 1 ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ നോട്ട് ഗേറ്റ് 1 ജനറേറ്റ് ചെയ്യുമോ? 0 ജനറേറ്റ് ചെയ്യുമോ? ഇല്ല. ഒരു ഡിലേ കാരണം എന്ത് ചെയ്യും? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ 1 ആണ്. 1 ആകുമ്പോൾ എന്താണ്? ഇവിടെ 1 എൻ്റെ ഇൻപുട്ട് 0 1 തന്നെ, സെയിം ഔട്ട്പുട്ട് 1 തന്നെ. ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1 തന്നെ. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ബിയും സിയും ഇവിടെ നമ്മൾ 1ലേക്ക് ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ സി ഇവിടെ 1 ആവും അല്ലേ. അപ്പം 0 തന്നെ, 0യും 1ഉം ഓർ ചെയ്തു. 0യും 1ഉം ഓർ ചെയ്താൽ ഔട്ട്പുട്ട് 1. അപ്പം ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1ഉം രണ്ട് ഇൻപുട്ടും 1. ഇവിടെയും 1 ഇവിടെയും 1. അപ്പോൾ ഔട്ട്പുട്ട് എന്തായി? ആൻഡിൻ്റെ രണ്ട് ഇൻപുട്ടും 1 ആയി എന്താവും? ഔട്ട്പുട്ട് 1. നമ്മൾ എന്ത് സംഭവിച്ചു? 0ന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തു. പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈം ഡിലേ, ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നോട്ട് ഗേറ്റിൻ്റെ 1 എന്താവും? ഓട്ടോമാറ്റിക്കലി 0ലേക്ക് പോകും. 0ലേക്ക് ഇവിടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 0 0 0 0 ഓർ ചെയ്താൽ എന്ത് സംഭവിക്കും? 0. അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്തായി? ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0ലേക്ക് പോയി. ആൻഡ് ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയ ഔട്ട്പുട്ട് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ എന്ത് ചെയ്തു? ഈ 1ന്ന് ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് എന്തായി? 0ലേക്ക് ഓട്ടോമാറ്റിക്കലി പോയി. അപ്പോൾ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്? 0 1 0. അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം? സ്റ്റാറ്റിക് 0 ഹസാർഡിലെ ആക്ച്വൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. പക്ഷേ എന്താണ്? ഈ പാത്തിൻ്റെ ഡിലേ കാരണം എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ 1ലേക്ക് പോകും. ദെൻ അഗെയിൻ 0ലേക്ക് തന്നെ തിരിച്ചു വരും. ഇതാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ഈ ഹസാർഡ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? ഒരു അഡീഷണൽ ഒരു ഗേറ്റും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഏത് ഗേറ്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്? നമ്മൾ നോക്കിയേ, ഈ മാപ്പ് എടുത്താൽ, ഈ കെ മാപ്പ് എടുത്താൽ നോക്കിയേ, നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് 0യും കൂടെ ഗ്രൂപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ 2 0യും കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താവും? ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്നത് എയും ഇവിടെ വരുന്നത് ബിയും. അപ്പം എ പ്ലസ് ബി, എ പ്ലസ് ഈ എ എന്നുള്ള ടേമും ഇതിൽ കോമൺ ആയിട്ട് ഏതാണ്? ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. ഇതിൽ കോമൺ ഏതാണ്? ബി അല്ലേ. അപ്പം എ പ്ലസ് ബി എന്നുള്ള ടേം കിട്ടി. ഈ സർക്യൂട്ടിൽ നമ്മൾ എ പ്ലസ് ബി എന്നുള്ള ടേമും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 0യിൽ തന്നെ റിമെയിൻ ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായി? എഫ് ഈക്വൽ ടു നേരത്തെയുള്ള ഇക്വേഷൻ എന്താണ്? ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് സി കോംപ്ലിമെൻറ്റ്. അതിനോട് കൂടെ നമ്മൾ എ പ്ലസ് ബി എന്നുള്ള ടേമും കൂടി ആഡ് ചെയ്തു അല്ലേ. ഇവിടെ ഒരു ഗ്രൂപ്പിംഗ് കൂടി വരുമ്പോൾ ഒരു ടേമും കൂടി ആഡ് ചെയ്തു, എ പ്ലസ് ബി. അപ്പം ഇത് കിട്ടിയ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് സി കോംപ്ലിമെൻറ്റ്. ഈ ടേമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത്, എ പ്ലസ് ബി എന്നുള്ള ടേം. അപ്പോൾ എന്താ സംഭവിക്കുക? എ പ്ലസ് ബി, അതായത് സിയിൽ ഇതിന് കറസ്പോണ്ടിങ് നമുക്ക്
ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതായത് സിയിലാണ് ഇവിടെ നമ്മൾ വാരിയേഷൻ വരുന്നത് അല്ലേ, സി ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ള ടേം എന്താണ്, 0 തന്നെയാണ് അല്ലേ. എയും ബിയും എ പ്ലസ് ബി എന്നുള്ള ടേമും കൂടി വരുമ്പോൾ എന്താണ്, 0 തന്നെയാണ്. എ പ്ലസ് ബി 0 0, അപ്പം 0 തന്നെയാണ്. അപ്പോൾ 0 എന്നുള്ള ഒരു ഇൻപുട്ടും കൂടി ജസ്റ്റ് താഴെ നോക്കാം. എ പ്ലസ് ബി എന്നുള്ള സർക്യൂട്ടും കൂടി ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പം സി മാത്രമാണ് നമ്മൾ 0 എന്ന് 1 ചേഞ്ച് ചെയ്തത്. എയും ബിയും 0 തന്നെയായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. അപ്പം എയും ബിയും 0 ആയതുകൊണ്ട് എ പ്ലസ് ബി എന്താവും, 0 ആവും. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ള 0 എന്താണ്, ആൻഡ് ഗേറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെ ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ള ടേം 0 ആവും. സി എത്ര ചേഞ്ച് ചെയ്താൽ എ പ്ലസ് ബി 0 ആയിരിക്കും അല്ലേ. എയും ബിയും 0 ആണ്, അപ്പോൾ എ പ്ലസ് ബി 0. ഇൻപുട്ട് ഇപ്പോഴും എ പ്ലസ് ബി എന്നുള്ള ടേം 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്താണ്, 0യിൽ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ എന്താണ്, അവിടെ വാരിയേഷൻ വരുന്നുണ്ടോ, ഇല്ല. സി ചേഞ്ച് ചെയ്താലും ഔട്ട്പുട്ട് 0 തന്നെയായിരിക്കും. അതായത് അവിടെ 0 1-ലേക്കോ അല്ല 1-0ലേക്കുള്ള ട്രാൻസിഷൻ ഇല്ല. ഇങ്ങനെയാണ് ഹസാർഡ്സ് നമുക്ക് റിമൂവ് ചെയ്യുന്നത്. Reed-Muller expansion. Reed-Muller expansion is also known as exclusive of sum of product or Davio expansion. Is a decomposition of Boolean function. This expansion is used to realize any Boolean function using AND gate and XOR gate only. Reed-Muller expansion എന്ന് പറയുന്നത് സം ഓഫ് പ്രൊഡക്റ്റിൻ്റെ എക്സ്ക്ലൂസീവ് ഫംഗ്ഷനാണ്. ഈ എക്സ്പാൻഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു റിയലൈസ് എനി ബൂളിയൻ ഫംഗ്ഷൻ, ഏതെങ്കിലും ബൂളിയൻ ഫംഗ്ഷനെ റിയലൈസ് ചെയ്യാൻ ബൈ യൂസിങ് ആൻഡ് ഗേറ്റ് ആൻഡ് എക്സോർ ഗേറ്റ്. ആൻഡ് ഗേറ്റും എക്സോർ ഗേറ്റും യൂസ് ചെയ്ത് ഏതെങ്കിലും ബൂളിയൻ ഫംഗ്ഷനെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നത്. റിയലൈസ് ചെയ്യുന്നത് ഏതാണ്, ഏത് പോളാരിറ്റിയാണെന്ന് റിയലൈസ് ചെയ്യാൻ. 3 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് പോളാരിറ്റി, ഫിക്സഡ് പോളാരിറ്റി, മിക്സഡ് പോളാരിറ്റി. അതിൽ ഫസ്റ്റ് പോസിറ്റീവ് പോളാരിറ്റി. ഇറ്റ് ഈസ് ദ XOR ഓഫ് AND ഇൻ വിച്ച് ദ ഓൾ വാരിയബിൾസ് ഇൻ അൺകോംപ്ലിമെൻറ്റഡ് ഫോം. അതായത് ഒരു ആൻഡ് ഫംഗ്ഷൻ, അതായത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, AB XOR CD. അതായത് AB എന്നുള്ള ആൻഡ് ഫംഗ്ഷനെയും CD എന്നുള്ള ആൻഡ് ഫംഗ്ഷനെയും XOR ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര വാരിയബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 4 വാരിയബിൾസ് ABCD. ഈ 4 വാരിയബിൾസും ഏത് ഫോമിലാണ്, പോസിറ്റീവ് ഫോമിലാണ് അല്ലേ. അൺകോംപ്ലിമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ്, കോംപ്ലിമെൻറ്റ് ചെയ്യാത്ത ഫോം അല്ലേ, അതായത് പോസിറ്റീവ് ഫോമിലാണ്. അപ്പോൾ ഇതിന് എന്ത് പറയാം, ഇതിന് പോസിറ്റീവ് പൊളാരിറ്റി ആണെന്ന് പറയാം. നെക്സ്റ്റ് ഫിക്സഡ് പൊളാരിറ്റി. It is the Reed-Muller expansion in which each variable may appear as either complemented or uncomplemented form. It is also called generalized Reed-Muller expansion. അതായത് ഫിക്സഡ് പൊളാരിറ്റിയിൽ എങ്ങനെയാണ്, ഒന്നെങ്കിൽ ഒരു ഫംഗ്ഷനിൽ എങ്ങനെയാണ്, ഒന്നെങ്കിൽ കോംപ്ലിമെൻറ്റഡ് അല്ലെങ്കിൽ അൺകോംപ്ലിമെൻറ്റഡ് ഫോം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, AB XOR BC XOR CD കോംപ്ലിമെൻറ്റ്. അതിൽ നോക്കിയാൽ അറിയാം 4 വാരിയബിൾസ് ഉണ്ട് അല്ലേ, സെയിം നേരത്തെ പോലെ തന്നെ 4 വാരിയബിൾസ്. അല്ലെ എ എന്നുള്ള ടേം എയും ബിയും സിയും ഏത് ഫോമിലാണ്, അൺകോംപ്ലിമെൻറ്റഡ് ഫോമിലാണ് അല്ലേ. ഡി എന്നുള്ള ടേം എങ്ങനെയാണ്, കോംപ്ലിമെൻറ്റഡ് ഫോം. അപ്പം ഇതിനെന്ത് പറയാം, ഇത് ഫിക്സഡ് പൊളാരിറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ്, കോംപ്ലിമെൻറ്റഡ് ഫോമിലോ അല്ലെങ്കിൽ അൺകോംപ്ലിമെൻറ്റഡ് ഫോമിലോ ആണ്. അടുത്തത് മിക്സഡ് പൊളാരിറ്റി. ഇറ്റ് ഈസ് ദ XOR ഓഫ് AND ഫോം allow a variable to appear in both polarity in the same equation. അതായത് എന്താണ്, ഒരു വാരിയബിൾ എന്താണ്
രണ്ട് പോളാരിറ്റിയിലും അപ്പിയർ ചെയ്യാം. ഒരു ടേം അതൊരു ഒരു ആൻഡ് ഫംഗ്ഷൻ്റെ എക്സോർ ഫംഗ്ഷൻ എടുത്താൽ, അതായത് എക്സാമ്പിൾ നോക്കിയേ, എ ബി എന്നുള്ള ആൻഡ് ഫംഗ്ഷനാണ്, സി ഡി എന്നുള്ള വേറൊരു ആൻഡ് ഫംഗ്ഷനാണ്, ബി ഡി കോംപ്ലിമെൻ്റ് എന്നുള്ള വേറൊരു ആൻഡ് ഫംഗ്ഷൻ. ഇതിൻ്റെ എക്സോർ ചെയ്തിട്ടുണ്ട്. എ ബി എക്സോർ സി ഡി എക്സോർ ബി ഡി കോംപ്ലിമെൻറ്റ്. ഇതിൽ എ ബി സി എന്നുള്ള ടേം എന്താണ്? അൺകോംപ്ലിമെൻറ്റഡ് ഫോമിൽ. പക്ഷേ ഡി എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്? രണ്ട് ഫോമിലും അപ്പിയർ ചെയ്യുന്നുണ്ട്. കോംപ്ലിമെൻറ്റ് ഫോമിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്, അൺകോംപ്ലിമെൻറ്റഡ് ഫോമിലും അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് പോളാരിറ്റിയിലും, അതായത് ഒരു വാരിയബിൾ രണ്ട് പോളാരിറ്റിയിലും അപ്പിയർ ആണെങ്കിൽ അതെന്താണ്? മിക്സഡ് പോളാരിറ്റി ആണെന്ന് പറയാം. ഇത്രയാണ് റീഡ് മുള്ളർ എക്സ്പാൻഷൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കഴിയുകയാണ്. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടിട്ടതാണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എല്ലാം ഒരുവിധം എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പം അസാഡ്സിൽ ഞാൻ ഈ സെക്ഷനിലെടുത്ത് അസാഡ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. എവിടെയാണ് ഡൗട്ടുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഈ മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഇടുന്നുണ്ട്, അതിലെന്തായാലും ചോദിക്കും. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.